പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി വ്യാപകമായ തെരച്ചിലാണ്. നെല്ലിയാമ്പതി വനമേഖലയിലെ അരക്കമലയിൽ പോലീസിന് വൻ സംഘമാണ് പരിശോധന നടത്തുന്നത്. അകമ്പാടത്തെ പാറമടയിലും പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ഇരട്ടക്കൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടി. ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടുവെന്ന വിവരം വ്യാജം എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അരക്കമലയിലെ തെരച്ചിൽ സംഘത്തിനൊപ്പം സൂരജ് സജിയുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശുമുണ്ട്. ആദ്യം ഞാൻ സൂരജ് സജിയിലേക്ക് തന്നെ പോകുന്നു. സൂരജ്, ഇന്നലെ ഏതാണ്ട് 10 മണി ഈ സമയത്തോടു കൂടിയാണ് ഈ കൊടും ക്രൂരകൃത്യം ഈ ചെന്താമര നടത്തിയത്. ഇന്ന് നേരത്തോട് നേരമാകുന്നു. പ്രതി എവിടെ എന്നെന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ സൂരജ്? ഇതുവരെയും ഒരു സൂചനയും പോലീസിനില്ല എന്ന് തീർത്തു പറയാൻ കഴിയും ഹാഷ്മി. പക്ഷേ ഈ കാടിളക്കിയുള്ള ഒരു തെരച്ചിൽ അത് പോലീസ് നടത്തുന്നുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര വീഴ്ചയാണ് ഈ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. സ്വാഭാവികമായി ഇനി പോലീസിന്റെ മുന്നിലുള്ള ഈ ചീത്തപ്പേര് മാറ്റുന്നതിനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് പ്രതിയെ എത്രയും വേഗം പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാടിളക്കിയുള്ള ഒരു തെരച്ചിൽ എന്ന് നമുക്ക് പറയാവുന്നതിന് സമാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെന്മാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു അകമ്പാടത്തുള്ള ഒരു പാറമടയാണ്. പാറമടയിൽ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ചെന്താമരയുടെ വീടിന്റെ താഴെ വയലിനോട് ചേർന്ന ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിലടക്കം തിരച്ചിൽ നടത്തി. ഇതിൽ നിർണായകമാകുന്നത് പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്നൊരു പകുതി കഴിച്ച നിലയിൽ അല്ലെങ്കിൽ പകുതി മാത്രമുള്ള ഒരു കുപ്പിയിൽ വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നതിൽ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യക്കുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ജലാശയങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നത്. അത് പാറമടകളുണ്ട്, കുളങ്ങളുണ്ട്, കിണറുകളുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഈ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ 100-ലധികം വരുന്ന പോലീസുകാരാണ് ഈ വനമേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ വനമേഖലയിൽ നെല്ലിയാമ്പതി മലയോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ വനത്തിലേക്കടക്കം പ്രതി കടക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് ഈ വനമേഖലയിലടക്കം പോലീസിന്റെ വലിയ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം, അതായത് ഈ സുധാകരന്റെ ഭാര്യ സുജാതയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവിടെ നിന്ന് പോയി 5 ദിവസത്തോളം ഈ വനത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പകൽ സമയം മുഴുവൻ വനത്തിൽ കഴിയുക, രാത്രി തറവാട്ട് വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും വനത്തിലേക്ക് പോവുക, അതായിരുന്നു പ്രതിയുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇത്തവണയും വനത്തിൽ ഒളിക്കാനുള്ള ഒരു സാധ്യത അത് പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വനത്തിൽ കൂടുതൽ പോലീസുകാരെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. പക്ഷേ പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകളില്ല. എന്നാൽ പോലും പ്രതിയിലേക്ക് അധികം വൈകാതെ എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. കാരണം സമയം ഇത്രയും കഴിയുന്നു. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ നേരത്തോട് നേരം കഴിയുന്നു. പക്ഷേ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തതിൽ വലിയ പ്രതിഷേധം അത് നാട്ടുകാർക്കിടയിലും രൂപപ്പെടുന്നുണ്ട്. ഹാഷ്മി, അല്ല, ഈ പ്രതിയെ പിടികൂടിയാലും പോലീസിനുണ്ട ഈ ചീത്തപ്പേരെന്ന് പറയാൻ കഴിയില്ലല്ലോ സൂരജ്. അങ്ങേയറ്റം അനാസ്ഥയാണ്. പാവങ്ങളാണ് ഈ 2 പെൺകുട്ടിയാണ്. ഇവർ തന്നെ പരാതിയുമായി പലയാവർത്തി പോകുന്നു. അവർ മാത്രമല്ല മറ്റുള്ളവരും. ഇപ്പോൾ ഈ അമ്മാവൻ്റെ ഭാര്യയോ മറ്റൊരാളുടെ കൂടി കൊല്ലും എന്നിയാൾ ഭീഷണിപ്പെടുത്തിയതായി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റിൽ കുറേ അധികം പേരുടെ പേരും വെച്ചുകൊണ്ട് കൊടുംപാതകവുമായി നടക്കുന്ന അല്ലെങ്കിൽ കൊടിയ പകയുമായി നടക്കുന്ന ഒരു പ്രതിയെ ജാമ്യത്തിൽ ഇറക്കി വിടുകയും അയാൾ ജാമ്യവ്യവസ്ഥയും ലംഘിക്കുകയും ചെയ്തിട്ടും അത് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ്? 2 വിലപ്പെട്ട ജീവനുകൾ അതിക്രൂരമായ രീതിയിൽ അയാൾ വെട്ടിക്കൊന്നു. അതിന് പോലീസ് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇപ്പോൾ നല്ല കാര്യമാണ് പ്രതിയെ പിടിക്കാൻ കാലയളക്കുള്ള പരിശോധന, പ്രതിയെ പിടിക്കുകയും വേണം. അയാൾ ഇനി ജീവിക്കാൻ അർഹനുമല്ല. പക്ഷേ ഇതിന് മറുപടി പറയണ്ടേ സൂരജ്? ഹാഷ്മി, തീർച്ചയായും ഹാഷ്മി. അതായത് ഇയാൾക്ക് കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ പോലീസ് ഒരിക്കൽ പോലും പരിശോധിച്ചില്ല, അല്ലെങ്കിൽ മുഖവിലക്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. നമ്മൾ ഈ ചെന്താമരയുടെ ബന്ധുവായിട്ടുള്ള പരമേശ്വരനുമായി സംസാരിച്ചിരുന്നു. പരമേശ്വരൻ പറയുന്നത് ഈ ചെന്താമരയുടെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകാനുള്ള കാരണമെന്ന് പറയുന്നത് ഇയാൾ ഈ കൊടുവാള് കൊണ്ട് ഭാര്യയെ വെട്ടാൻ നോക്കിയതോടുകൂടിയാണ്. നിരന്തരം വീട്ടിൽ വഴക്കുണ്ട്. ഈ ചെന്താമരയുടെ ഭാര്യ എന്ന് പറയുന്നത് ഡബിൾ ഡിഗ്രിയാണ്. 2 ഡിഗ്രി എടുത്ത ആളാണ്. അവർക്കൊരു അധ്യാപികയായി ജോലി ലഭിച്ചിട്ട് പോലും ഇയാൾക്ക് സംശയത്തെ തുടർന്ന് ഈ ഭാര്യയെ ജോലിക്ക് വിട്ടില്ല. അങ്ങനെ നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ. ഒടുവിൽ ഈ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യയെ കൊലപ്പെടുത്തുന്ന നിലയിലെത്തിയതോടുകൂടിയാണ് ഭാര്യ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ഇയാൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു ജോത്സ്യനെ കാണുന്നു. അപ്പോൾ ഒരു മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് നിങ്ങളുടെ കുടുംബം കലക്കിയത് എന്ന് ഈ ജോത്സ്യൻ പറയുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് പിന്നീട് ഈ സജിതയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം 5 വർഷങ്ങൾക്കിപ്പുറം സുധാകരനെ കൊലപ്പെടുത്തുന്നു, സുധാകരന്റെ മാതാവിനെ കൊലപ്പെടുത്തുന്നു. അന്ധവിശ്വാസത്തിന്റെ പുറത്ത് 3 ജീവനുകൾ കവരുകയാണ്. അതിനപ്പുറത്ത്
അതിനപ്പുറത്തേക്ക് കാശ്മീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുധാകരന്റെ കുടുംബം ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 29-ന് പരാതി നൽകി. അന്ന് ഈ ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 15 മിനിറ്റ് നേരം സംസാരിച്ച് ശാസിച്ച് അയാൾ പറയുന്നത് കേട്ട് അയാളെ മടക്കി അയക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു CI വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാശ്മീർ ഒരു കാര്യം കൂടി, ഒറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ ഈ പോലീസ് വീഴ്ച സംബന്ധിച്ച് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേഷനിലെ തന്നെ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് നമുക്ക് ഈ പ്രതി അവിടെ എത്തിയതിന്റെ CCTV വിഷ്വൽ കൈമാറുകയാണ്. CCTV വിഷ്വൽ കൈമാറിയിട്ട് ഇദ്ദേഹം പറയുകയാണ്, 15 മിനിറ്റ് ഇതാ SSB അടക്കമുള്ള പോലീസുകാർ, ഞങ്ങൾ 15 മിനിറ്റ് 5 പോലീസ് ഉദ്യോഗസ്ഥർ നിരന്നു നിന്ന് ഇയാളോട് സംസാരിച്ചു, അതിനുശേഷം ഇയാളെ മടക്കി വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, 29-നാണ് നിങ്ങൾ ഇത് സംസാരിച്ചത്, പിന്നീട് ഒരു മാസം എന്തുകൊണ്ട് ഈ പ്രതി എവിടെയാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചില്ല? ഒരു കൊലക്കേസ് പ്രതിയാണ്, സ്വാഭാവികമായും ആ കൊലക്കേസ് പ്രതി എന്തു ചെയ്യുന്നു എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അയാൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അടക്കമുണ്ട്. അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കൃത്യമായ ജാമ്യവ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കുടുംബം പരാതി നൽകിയത്. അപ്പോഴും ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കോടതിയിൽ ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് റിപ്പോർട്ട് നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല. അവിടെ പോലീസിന് എഴുത്തുകുത്തുകളുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കോടതിയെ ധരിപ്പിക്കണം, അതിന്റെ ഫോളോ അപ്പ് എടുക്കണം. പോലീസിനെ സംബന്ധിച്ച് സ്വാഭാവികമായും കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അവരുടെ പണി ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ തരം ഒരു ശാസനയിൽ അവസാനിപ്പിച്ചതോടുകൂടി ആ ശാസനയിൽ നഷ്ടമായത്, അല്ലെങ്കിൽ ഇവർക്ക് പണിയെടുക്കാനുള്ള മടിയിൽ നഷ്ടമായത് 2 ജീവനുകളാണ് കാശ്മീർ. അത് നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ആ 2 ജീവൻ അപഹരിക്കപ്പെട്ടതിൽ, അല്ലെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നിൽ പോലീസിന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും തന്നെയാണ് കാശ്മീർ. വ്യക്തമായി നക്ഷത്രം പോലെ നിൽക്കുകയാണ് പോലീസിന്റെ ഈ കാര്യത്തിലെ കൊടിയ വീഴ്ച. ആ കൊടിയ വീഴ്ച ജീവനെടുത്തത് 2 പേരുടെ ജീവനാണ്. അതും അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ വീട്ടിൽ കയറി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വലിയ വെട്ടുകളുടെ, ആഴത്തിലുള്ള വെട്ടുകളുടെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശിയിരുന്നു. നിഖിൽ, എപ്പോഴാണ് അത് പൂർത്തിയാവുക? ബാക്കി ഇതൊരു നാടിന്റെ മുഴുവൻ വലിയ ഞെട്ടലായി മാറുന്നുണ്ടല്ലോ. വലിയ ഞെട്ടലും വലിയ വേദനയും, ഇപ്പം മകളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വലിയ രോഷവുമായി അത് പരിണമിക്കുന്നുണ്ട്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകുന്നുണ്ടോ നിഖിൽ? പോത്തുണ്ടിയിൽ അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയായി കൊല്ലപ്പെട്ട 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടി മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ പോലീസ് സർജൻ അടക്കം എത്തി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത്. അതായത് ഇവർക്ക് വളരെ ആഴത്തിൽ മുറിവേറ്റിരുന്നു, കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ആക്രമണം, അതാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 12 മുറിവുകളാണ് ലക്ഷ്മി എന്ന വയോധികയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. 6 മുറിവുകൾ, അത് ആഴത്തിലുള്ള മുറിവുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇത് തെളിയിക്കുന്നത് കൃത്യമായും കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു പ്രതി ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. 11 മണിയോടുകൂടി അത് പൂർത്തിയാക്കി ആദ്യം പോത്തുണ്ടിയിലെ വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. ഈ കുട്ടികളുടെ, അവരുടെ മക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു അവസാനമായി വീട്ടിൽ തന്നെ അച്ഛനെയും അച്ഛമ്മയെയും കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 11 മണിക്ക് ശേഷം ഇവിടെ നിന്ന് നേരെ പോത്തുണ്ടിയിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക. തുടർന്ന് നെന്മാറയിലെ ആശുപത്രിയിൽ, നെന്മാറയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് സജീവമായി പുരോഗമിക്കുമ്പോഴും ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പ്രധാനമായി ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ ഇന്റിമേഷൻ ലഭിച്ച സമയത്ത് തന്നെ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നെങ്കിൽ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സജീവമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇനി പോത്തുണ്ടിയിലേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. നിഖിൽ പ്രമേശാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ നൽകിയത്.